നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള താരജോഡികളാണ് എന്നും കാവ്യ മാധവനും ദിലീപും. സിനിമകളിലൂടെ തുടങ്ങിയ കെമിസ്ട്രി ജീവിതത്തിലും പകർത്തിയപ്പോൾ പ്രേക്ഷകരിൽ അവരെ സ്നേഹിക്കുന്നവർക്ക് ഉത്സവം തന്നെയായിരുന്നു. ഒരു കാലത്ത് ക്യാമറ കണ്ണുകളിൽ നിന്നും പൊതുപരിപാടികളിൽ നിന്നും അകലം പാലിച്ചിരുന്ന താരം ഇപ്പോൾ ആ പതിവ് പാടെ മാറ്റിയിരിക്കുകയാണ്. അഭിനയരംഗത്തിപ്പോൾ സജീവമല്ല എങ്കിലും ചടങ്ങുകളിൽ മുഖ്യ അതിഥിയായി എത്താറുണ്ട് കാവ്യ. 2016 നവംബർ 25-നായിരുന്നു ദിലീപ് കാവ്യ വിവാഹം. മലയാള സിനിമയിലെ ഏറ്റവും മികച്ച നായികമാരുടെ പട്ടിക എടുത്താൽ അതിന്റെ മുൻനിരയിൽ തന്നെ സ്ഥാനം പിടിക്കുന്ന വ്യക്തിയായിരിക്കും കാവ്യ മാധവൻ. ഇപ്പോഴിതാ താരദമ്പതികൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു വീഡിയോ വൈറലാവുകയാണ്. ഇരുവരും ഒരുമിച്ചുള്ള ഒരു പുതിയ വെക്കേഷൻ റീൽ വീഡിയോയാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത്. തങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച പഴയ ഹിറ്റ് സിനിമകളിലെ സുന്ദരമായ പ്രണയഗാനങ്ങളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഈ കൊച്ചു വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ലാത്ത കാവ്യയെയും ദിലീപിനെയും ഇങ്ങനെയൊരു വീഡിയോയിൽ ഒരുമിച്ച് കണ്ടതിന്റെ സന്തോഷത്തിലാണ് ഇരുവരുടെയും ആരാധകർ. ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ അവധി ആഘോഷത്തിനിടയിലാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത്. ദിലീപ് വളരെ കൂളായി സൈക്കിൾ ചവിട്ടുന്നതും പിന്നീട് ബോട്ടിൽ യാത്ര ചെയ്യുന്നതുമെല്ലാം വീഡിയോയിലുണ്ട്. ഇതിനിടയിൽ ദിലീപിനെ നോക്കി ചിരിയോടെ കൈവീശി കാണിക്കുന്ന കാവ്യയെയും വീഡിയോയിൽ കാണാം. ദിലീപിന്റെ എക്കാലത്തെ മാസ് കോമഡി ഭാവങ്ങളും അതുകണ്ട് പൊട്ടിച്ചിരിക്കുന്ന കാവ്യയുടെ മുഖവുമെല്ലാം പഴയ ആ സൂപ്പർ ഹിറ്റ് സിനിമകളിലെ ഗാനരംഗങ്ങൾ നേരിട്ട് കാണുന്നത് പോലെ തന്നെ ഉണ്ടെന്നാണ് ആരാധകർ പറയുന്നത്. വീഡിയോ നിമിഷ നേരം കൊണ്ട് വൈറലായതോടെ വലിയ രീതിയിലുള്ള കമന്റുകളാണ് ആരാധകരിൽ നിന്നും വരുന്നത്. അല്ലെങ്കിലും ഇങ്ങനെ പണ്ടേ ഒരു പ്രത്യേക വൈബാണ്. ക്രിസ്ത്യൻ ബ്രദേഴ്സ് സിനിമയിലെ ആ പാട്ടാണ് ഓർമ്മ വരുന്നത്. മലയാള സിനിമയിലെ എക്കാലത്തെ മികച്ച ജോഡികൾ ഇവരാണ് എന്നിങ്ങനെ പോകുന്നു ആരാധകരുടെ പ്രതികരണങ്ങൾ. ഇതിനെല്ലാം പുറമെ കാവ്യ മാധവനോട് വീണ്ടും സിനിമയിലേക്ക് മടങ്ങി വരാൻ നിരവധി ആളുകൾ കമന്റുകളിലൂടെ ആവശ്യപ്പെടുന്നുണ്ട്. രണ്ടുപേരും ഒന്നിച്ച് ഇനിയൊരു സിനിമ ചെയ്യുമോ എന്ന ചോദ്യവുമായി വലിയൊരു വിഭാഗം ആരാധകർ കാത്തിരിപ്പിലാണ്. വിവാഹശേഷം കാവ്യ മാധവൻ സിനിമകളിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കുകയാണ്. കുടുംബകാര്യങ്ങളുമായി തിരക്കിലാണ് താരം ഇപ്പോൾ. അതേസമയം ദിലീപ് തന്റെ പുതിയ ചിത്രങ്ങളുടെ തിരക്കുകളിലാണ്. ജഗൻ ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന നീക്കം എന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് ദിലീപിന്റേതായി പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമ. ഏറെ വ്യത്യസ്തമായൊരു കഥാപാത്രമായിരിക്കും ചിത്രത്തിലേതെന്നാണ് സൂചന. എന്തായാലും സിനിമയ്ക്ക് പുറമെ ജീവിതത്തിലും ഇരുവരും പങ്കുവച്ച ഈ സുന്ദര നിമിഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുകയാണ്. അതേസമയം കഴിഞ്ഞ കുറച്ചു നാളുകളായി ദിലീപ് സിനിമകളിൽ നിന്നെല്ലാം മാറി നിൽക്കുകയാണ്. കുറച്ചധികം പൊതുകാര്യങ്ങളും ഏറ്റവും അടുപ്പമുള്ളവരുമായി ബന്ധപ്പെട്ട പരിപാടികളും ഒക്കെയായി തന്റെ സ്വകാര്യ ജീവിതം ആസ്വദിക്കുകയാണ് ദിലീപ്. കാവ്യയും ഇടയ്ക്കിടെ മാത്രമാണ് നാട്ടിലേക്ക് എത്തുന്നത്. കുടുംബത്തോടൊപ്പമുള്ള നല്ല കുറെ നിമിഷങ്ങൾ പങ്കുവച്ച വീഡിയോകളും ഫോട്ടോകളും വൈറലായി മാറിയിരുന്നു. പല ഫാൻസ് പേജുകളിലൂടെ ആരാധകരുടെ പ്രൊഫൈലിലൂടെയൊക്കെയുമാണ് ദിലീപും കാവ്യയും കുടുംബവും ആലപ്പുഴയിൽ അടിച്ചുപൊളിച്ച ചിത്രങ്ങൾ പുറത്തുവിട്ടത്. ചിത്രങ്ങളിൽ മീനാക്ഷി ഇല്ല. കാവ്യ മാധവൻ, ദിലീപ്, മകൾ മഹാലക്ഷ്മി, കാവ്യയുടെ അമ്മ, സഹോദരന്റെ ഭാര്യ, അവരുടെ കുട്ടി എന്നിവരൊക്കെ ആയിട്ടായിരുന്നു ആലപ്പുഴ ട്രിപ്പ്. ദിലീപ് സ്പീഡ് ബോട്ട് ഡ്രൈവ് ചെയ്യുന്നതും എല്ലാവരും ഹൗസ് ബോട്ടിൽ സമയം ചെലവഴിക്കുന്നതും ഒക്കെയാണ് ചിത്രങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. കാവ്യയും ദിലീപും ഒരുമിച്ചുള്ള ഒരു വീഡിയോയും നേരത്തെ പുറത്തു വന്നിരുന്നു. കാവ്യ നിൽക്കുന്നിടത്തേക്ക് സൈക്കിൾ ഓടിച്ചു വരികയാണ് ദിലീപ്. കുറച്ച് ഓവറായില്ലേ, എല്ലാവരും ശ്രദ്ധിക്കൂ എന്ന ദിലീപിന്റെ തന്നെ ഡയലോഗ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതായിരുന്നു ആ വീഡിയോ. സിനിമയിൽ മാത്രം കണ്ടിരുന്ന ലൈഫ് റൊമാന്റിക് വീഡിയോ ആരാധകർക്കും എന്റർടൈൻമെന്റും നൊസ്റ്റാൾജിയുമായിരുന്നു. ചിത്രങ്ങളിൽ കാവ്യ മാധവന്റെ സൗന്ദര്യവും ആരാധകർ ചർച്ച ചെയ്യുന്നുണ്ട്. പൊതുവെ ചുരിദാറിലും സാരിയിലും എല്ലാം കാണുന്ന കാവ്യ ഇത്തവണ ഷർട്ടും പാൻസുമാണ് ധരിച്ചിരിക്കുന്നത്. നോ മേക്കപ്പ് ലുക്കിൽ കാവ്യ അതീവ സുന്ദരിയായിട്ടുണ്ട് എന്നൊക്കെയാണ് ഫോട്ടോകൾ ഷെയർ ചെയ്തുകൊണ്ടുള്ള ആരാധകർ പറയുന്നത്. വിവാഹശേഷവും കരിയറിന് പ്രാധാന്യം കൊടുക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ നല്ല സിനിമകളും കഥാപാത്രങ്ങളും കാവ്യയുടെ സിനിമാ ജീവിതത്തിൽ ഉണ്ടായേനെ. വിവാഹത്തോടെ അഭിനയം നിർത്തിയെങ്കിലും സിനിമയിൽ തുടരുക, നല്ല കഥാപാത്രങ്ങൾ ചെയ്യുക എന്ന ആഗ്രഹം കാവ്യയുടെ മനസ്സിലുണ്ട്. പഴയ ചില അഭിമുഖങ്ങളിൽ കാവ്യ അത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതേസമയം തന്റെ സിനിമാ ജീവിതത്തെക്കുറിച്ച് മുൻപൊരു അഭിമുഖത്തിൽ നടി പങ്കുവച്ച കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു. സീൻ എന്താണെന്നോ കഥ എന്താണെന്നോ അറിയാതെയാണ് പലപ്പോഴും ക്യാമറയ്ക്ക് മുന്നിൽ പോയി നിന്നിട്ടുള്ളതെന്നും നടി പറഞ്ഞു. ജനിച്ചപ്പോഴേ സിനിമയിലേക്ക് വന്നു എന്നാണ് എന്നെക്കുറിച്ച് എല്ലാവരും പറയാറ്. അതിനാലാകും കാവ്യയുടെ ജീവിതം എല്ലാവർക്കും അറിയാമെന്ന് പറയുന്നത്. ചെറിയ പ്രായം മുതൽ അവർ എന്നെ കാണുന്നതാണല്ലോ. എന്റെ പ്രായത്തിന്റെ വളർച്ചയും സിനിമയിലുണ്ടായ വളർച്ചയും
പ്രേക്ഷകർ കണ്ടിട്ടുണ്ട്. അവരുടെ കൺമുന്നിലാണ് വളർന്നത്. 5 വയസ്സിലാണ് സിനിമയിലേക്ക് വന്നത്. ഞാൻ സിനിമയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചത് അച്ഛനായിരുന്നു. മാളൂട്ടി പോലുള്ള സിനിമ കണ്ടാണ് അച്ഛന് ആ ആഗ്രഹം വന്നത്. പക്ഷേ സിനിമയിലേക്ക് എത്തിപ്പെടാൻ നീലേശ്വരം പോലൊരു ഗ്രാമത്തിൽ കഴിയുന്ന ഞങ്ങൾക്ക് സാധ്യതയുണ്ടായിരുന്നില്ല. പിന്നീട് ഒരു പത്രപരസ്യം കണ്ടാണ് അഭിനയിക്കാൻ ചെന്നതും അവസരം ലഭിച്ചതും. സിനിമ ഒരിക്കലും എന്റെ പാഷൻ ആയിരുന്നില്ല. പൂക്കാലം വരവായിലൂടെയാണ് അഭിനയിച്ചു തുടങ്ങിയതെങ്കിലും ആളുകൾ എന്നെ തിരിച്ചറിഞ്ഞു തുടങ്ങിയത് അഴകിയ രാവണന്റെ റിലീസിനു ശേഷമാണ്. അതോടെ ഞാൻ നീലേശ്വരത്തെ സൂപ്പർ സ്റ്റാറായി. ആ സമയത്ത് വിവാഹങ്ങളിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ എനിക്ക് വേണ്ടി മാത്രം പ്രത്യേകം ഫോട്ടോ സെഷനൊക്കെ ഉണ്ടാകുമായിരുന്നു. കാസർഗോഡ് ജില്ല മുഴുവനും കണ്ണൂരിന്റെ പകുതി വരെയും ആ സമയത്ത് ഞാൻ സിനിമാ താരമായി അറിയപ്പെട്ടു. വെണ്ണില ചന്ദനക്കിണ്ണം എന്ന പാട്ടാണ് എന്നെ ഫേമസ് ആക്കിയത്. അഴകിയ രാവണന്റെ ഷൂട്ടിന്റെ സമയത്ത് മമ്മൂക്കയെ കണ്ടിട്ടില്ല. പക്ഷെ നാട്ടിൽ എല്ലാവരോടും പറഞ്ഞത് മമ്മൂക്കയെ കണ്ടു, അദ്ദേഹം പേര് ചോദിച്ചു, അടുത്തു വന്ന് സംസാരിച്ചു എന്നൊക്കെ നുണ പറഞ്ഞു. രാക്ഷസ രാജാവിന്റെ സമയത്താണ് ആദ്യമായി കാണുന്നത്. ദിലീപിന്റെ നായികയായിട്ടാണ് വന്നത് എന്നൊന്നും ആരോടും പറയണ്ട, മമ്മൂക്കയുടെ നായികയായിട്ടാണ് വന്നതെന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ അദ്ദേഹം പറയുമായിരുന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ അഭിനയിക്കുന്നത്. ലാൽ ജോസ് സാർ എന്നെ എങ്ങനെ നായികയായി സെലക്ട് ചെയ്തു എന്നത് ഇപ്പോഴും അത്ഭുതമാണ്. ശാലിനി ചേച്ചി ചെയ്യേണ്ട റോളായിരുന്നു, മാഗസീനിലും വന്നിരുന്നു. പക്ഷെ ചേച്ചിക്ക് ചെയ്യാൻ കഴിയാതെ വന്നതോടെയാണ് പുതിയ നായികയെ അവർ തേടി തുടങ്ങിയത്. ദിലീപേട്ടനും എന്നെ അറിയാം, ലാലു ചേട്ടനും എന്നെ അറിയാം. പക്ഷേ ഞാൻ നായികയാകുന്നതിനോട് നിർമ്മാതാക്കൾക്ക് താല്പര്യമില്ലായിരുന്നു. സംവിധായകന്റെ 2ാമത്തെ സിനിമയാണ്. ദിലീപേട്ടനും സിനിമകൾ ചെയ്തു തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിനാലാണ് നായികയും പുതിയ ആളായാൽ ശരിയാവില്ല എന്ന് നിർമ്മാതാക്കൾ പറഞ്ഞത്. ദിലീപേട്ടന്റെയും ലാലു ചേട്ടന്റെയും ഒറ്റ നിർബന്ധ പ്രകാരമാണ് ഞാൻ അഭിനയിക്കുന്നത്. ഞാൻ നായികയായി അഭിനയിക്കുന്നതിനോട് അമ്മയ്ക്ക് താല്പര്യമില്ലായിരുന്നു. ലാലു ചേട്ടൻ നിർബന്ധിച്ചപ്പോൾ അമ്മയ്ക്ക് എതിർക്കാൻ പറ്റിയില്ല. നായകനും നായികയ്ക്കും ഒരുപോലെ പ്രാധാന്യമുള്ള സിനിമകൾ അധികം ലഭിച്ചില്ല എന്നതിൽ വിഷമമുണ്ട്. പക്ഷേ ആരോട് പരാതി പറയാനാണ്? പരാതി പറഞ്ഞിട്ടും കാര്യമില്ല. എന്റെ തലവിധിയാണ്. മനഃപൂർവ്വം എനിക്ക് തരാത്തതാണെന്നും വിശ്വസിക്കുന്നില്ല. പക്ഷെ ആരോട് പരാതി പറയാനാണ്? പരാതി പറഞ്ഞിട്ടും കാര്യമില്ല. എന്റെ തലവിധിയാണ്. മനഃപൂർവ്വം എനിക്ക് തരാത്തതാണെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു കഥാപാത്രം വന്നാൽ ഒന്നുകിൽ ആർക്കെങ്കിലും കൊടുക്കും, അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് ചെയ്യും. എന്നെ ചിലപ്പോൾ അവർ ഓർക്കുകയില്ല. സീൻ എന്താണെന്നോ കഥ എന്താണെന്നോ അറിയാതെയാണ് പലപ്പോഴും ക്യാമറയ്ക്ക് മുന്നിൽ നിന്നിട്ടുള്ളത്. അവർ കരയാൻ പറഞ്ഞാൽ കരയും, ചിരിക്കാൻ പറഞ്ഞാൽ ചിരിക്കും എന്നാണ് കാവ്യ മാധവൻ പറഞ്ഞത്. ഒരു കാലത്ത് യുവാക്കൾക്ക് ഏറെ ഇഷ്ടമുള്ള നായിക എന്ന നിലയിൽ കാവ്യ മാധവൻ ഉണ്ടാക്കിയെടുത്ത ആരാധക വൃന്ദം അത്രയേറെ അധികമായിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ സിനിമയിലെത്തിയ കാവ്യ മാധവൻ പടിപടിയായി കയറുകയായിരുന്നു കരിയറിൽ. സൂപ്പർ നായിക എന്ന ലേബൽ വരെ എത്തുകയും ചെയ്തു. അവിടെ നിന്ന് പക്ഷേ സംസ്ഥാന അവാർഡ് നേടിയ നിലയിലേക്ക് കാവ്യ വളർന്നിരുന്നു. അഭിനേത്രി എന്ന നിലയിലും നർത്തകി എന്ന നിലയിലും കാവ്യയുടെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. കലോത്സവ വേദികളിലെ നിറസാന്നിധ്യമായിരുന്ന കാവ്യ അവിടെ നിന്നാണ് സിനിമയുടെ ചവിട്ടുപടികൾ നടന്നു കയറിയത്. ഇന്ന് കാണുന്ന നിലയിലേക്ക് അവർ വളർന്നതും അതിന് വഴി മരുന്നിട്ടതും കൗമാര കലോത്സവം തന്നെയായിരുന്നു. ഒരു കാലത്ത് മലയാളികളുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ കാവ്യ മാധവൻ പക്ഷേ ഇന്ന് വെള്ളിത്തിരയിൽ സജീവമല്ല. കഴിഞ്ഞ 10 വർഷത്തോളമായി സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് താരം. നടൻ ദിലീപുമായുള്ള 2ാം വിവാഹത്തിന് ശേഷമായിരുന്നു കാവ്യ പൂർണ്ണമായി സിനിമയിൽ നിന്ന് മാറി നിൽക്കാനായി തീരുമാനിച്ചത് എന്നതാണ് യാഥാർത്ഥ്യം. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.